ഫ്രാൻസിന്റെ തലസ്ഥാനമായ പാരീസിൽ ഇന്ത്യൻ പ്രവാസി സമൂഹം നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ഫ്രാൻസ് പങ്കാളിത്തം ഇന്ന് ആഗോള സുസ്ഥിരതയുടെയും സഹകരണത്തിൻ്റെയും ശക്തമായ ബന്ധമായി മാറിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു. ഇന്ത്യ ഇപ്പോൾ ബഹുതല പരിവർത്തനത്തിൻ്റെ സുപ്രധാനമായ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വരും ദശകങ്ങളിലെ രാജ്യത്തിൻ്റെ വികസനവും അവസരങ്ങളും നിർണയിക്കുന്ന വൈവിധ്യമാർന്ന മേഖലകളിലേക്ക് രാജ്യം നിക്ഷേപം തുടരുന്നത്. ഇന്ത്യയുടെ മുന്നേറ്റം കേവലം സാമ്പത്തിക വളർച്ചയിൽ മാത്രം ഒതുങ്ങുന്നതല്ല, മറിച്ച് ജനങ്ങളെ ശാക്തീകരിക്കുന്ന ഫലപ്രദമായ സാമൂഹിക മാറ്റം കൂടിയാണിത്. കഴിഞ്ഞ 12 വർഷത്തെ NDA ഭരണകാലയളവിൽ 25 കോടി ജനങ്ങളെയാണ് ഇന്ത്യ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാക്കിയത്. രാജ്യത്തെ യുവാക്കളും കർഷകരും സ്ത്രീകളും പുതിയ സ്വപ്നങ്ങളാണ് ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയുടെ ഗുണങ്ങൾ എല്ലാവരും പങ്കുവയ്ക്കപ്പെടുമ്പോഴാണ് അത് സുസ്ഥിരമാകുന്നത്. സാങ്കേതികവിദ്യ വിശ്വസനീയമാകുമ്പോൾ മാത്രമാണത് മനുഷ്യരാശിക്ക് പ്രയോജനം ചെയ്യപ്പെടുക എന്ന സന്ദേശമാണ് ഇന്ത്യ G7 ഉച്ചകോടിയിൽ നൽകിയത്. ലോകത്തിൻ്റെ വളർച്ചയിൽ ഇന്ത്യയും ഫ്രാൻസും വലിയ സംഭാവനകൾ നൽകുന്നുണ്ട്. ഇനിയും ഇന്ത്യയ്ക്കും ഫ്രാൻസിനും സംയുക്തമായി മുന്നേറാൻ കഴിയുമെന്നും പ്രധാനമന്ത്രി സൂചിപ്പിച്ചു. ഇന്ത്യയും ഫ്രാൻസും സംയുക്തമായി വികസിപ്പിച്ച തൃഷ്ണ എന്ന ഉപഗ്രഹം അടുത്ത വർഷം തന്നെ വിക്ഷേപിക്കുന്നതാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെഗീന ന്യൂസ്.